ഇപ്പോൾ പാലത്തിലൂടെ രക്ഷാപ്രവർത്തകർ മാത്രമല്ല നാട്ടുകാരും അതിലൂടെ കടന്നു പോകുന്നു. ഈ പാലം വരിക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. രക്ഷാപ്രവർത്തനത്തിന് വലിയൊരു തടസ്സമായിരുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം, സൈന്യത്തിന് പോലും അപ്പുറത്തേക്ക് കടക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. താഴെ കുത്തിയൊലിച്ചു വരുന്ന വെള്ളമാണ്. അതുകൊണ്ട് തന്നെ അതിന് മുകളിലൂടെ ഒരു സംവിധാനം വേണ്ടിയിരുന്നു. നേരത്തെയുള്ള പാലമാണ് വലിയ ശക്തിയോടെ വന്ന ഉരുൾപൊട്ടലിൽ തകർന്ന് തരിപ്പണമായത്. മുബഷീർ, ഇന്ന് മന്ത്രിതല യോഗം നടക്കാനിരിക്കുന്നു. അതിനുശേഷം സൈന്യവുമായും ചർച്ചയുണ്ടെന്നുള്ള കാര്യം മന്ത്രി കെ രാജൻ പറഞ്ഞു. എന്തൊക്കെയാണ് അദ്ദേഹം വിശദീകരിച്ചത്? ഇന്നിപ്പോൾ യന്ത്രഭാഗങ്ങൾ അപ്പുറത്തേക്ക് എത്തിക്കുക, നാളെ മുണ്ടക്കൈയിൽ വേഗത്തിൽ തെരച്ചിൽ, ഇതാണോ സൈന്യം ഉദ്ദേശിക്കുന്നത്? തീർച്ചയായും സ്മൃതി, അത്തരമൊരു തീരുമാനം തന്നെയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ തൊട്ടുപുറത്ത് കാണുന്ന താൽക്കാലിക പാലം മാത്രമായിരുന്നു രക്ഷാദൗത്യം നടക്കുന്ന മേഖലകളിലേക്ക് ഉപകരണങ്ങളും മറ്റു ആയുധങ്ങളൊക്കെ തന്നെ അല്ലെങ്കിൽ സാധനങ്ങൾ എത്തിക്കാൻ ഏക ആശ്രയം. അത് വലിയ പ്രയാസപ്പെട്ടുകൊണ്ടായിരുന്നു ആ ഒരു മേഖലയിലൂടെ കൊണ്ടുപോയിരുന്നത് എന്നുള്ളതാണ്. ഈ ഒരു പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ അത് വളരെ എളുപ്പത്തിൽ നടക്കുന്നത്. ഇപ്പോൾ ഒരു ഹിറ്റാച്ചി ഈ പാലത്തിന് മുകളിലേക്ക് പ്രവേശിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നേരത്തെ അവിടെ രക്ഷാപ്രവർത്തനം നടത്തിയ ആളുകൾ ആദ്യഘട്ടം മുതൽ സൂചിപ്പിക്കുന്നതാണ്, ഹിറ്റാച്ചി പോലെയുള്ള സംവിധാനങ്ങൾ എത്തിച്ചാൽ മാത്രമേ മണ്ണിൽ അകപ്പെട്ട് കിടക്കുന്ന ആളുകളെ രക്ഷപ്പെടുത്താൻ സാധിക്കൂ. നിരവധി ആളുകൾ ഇപ്പോഴും ആ ഒരു മേഖലയിൽ അകപ്പെട്ട് കിടക്കുന്നുണ്ട്. അവരെ ഒന്നും തന്നെ തങ്ങളുടെ കൈകൾ കൊണ്ടുള്ള കഠിനാധ്വാനം കൊണ്ട് മാത്രം രക്ഷപ്പെടുത്താൻ സാധിക്കില്ല എന്ന് അവർ പറഞ്ഞിരുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ കൂടിയായിരുന്നു ഈ ഒരു പാലത്തിൻ്റെ നിർമ്മാണം സേന ഏറ്റെടുക്കുന്നതും അതുമായി ബന്ധപ്പെട്ട ഏകോപനം നമ്മുടെ മന്ത്രിമാർക്ക് തന്നെ നിർവഹിച്ചിരുന്നത്. നമ്മുടെ ചാനലിലൂടെ തന്നെയായിരുന്നു റവന്യൂ മന്ത്രി കെ രാജൻ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം നടത്തിയിരുന്നത്. കൂടുതൽ സാധന സാമഗ്രികൾ പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഒരു മേഖലയിലേക്ക് എത്തിക്കും, അതിൻ്റെ നിർമ്മാണം വളരെ വേഗത്തിൽ തന്നെ പൂർത്തിയാക്കുമെന്നുള്ളത് കൃത്യമായൊരു ഏകോപനം ഇവിടെ ഉണ്ടായി എന്നുള്ളതാണ് വളരെ വേഗത്തിൽ ഈ ഒരു പാലം പൂർത്തിയാക്കാനും പ്രധാനപ്പെട്ട കാരണമായത്. നേരത്തെ മന്ത്രിമാർ സംസാരിച്ച ഘട്ടത്തിൽ അവർ ആവർത്തിച്ച് പറയുന്നുണ്ട് എന്നുള്ളതാണ്. അത് വേണ്ടതാണ് സ്മൃതി. വിശേഷിച്ചും ഇത്തരം ദുരന്ത മേഖലകളിലൊക്കെ തന്നെ രാഷ്ട്രീയം മറന്നുകൊണ്ടുള്ള അല്ലെങ്കിൽ ചേരിതിരിവ് മറന്നുകൊണ്ടുള്ള ഇത്തരത്തിലുള്ള ഏകോപനങ്ങൾ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അത് ഇവിടെ ആവശ്യമാണ് എന്നുള്ളത് വീണ്ടും അടിവരയിടുന്നൊരു കാഴ്ചയാണ് ഈ ഒരു പാലത്തിൻ്റെ പൂർത്തീകരണം എന്നുള്ളത്. പറയാതെ വയ്യ സ്മൃതി. വലിയൊരു ദൗത്യം തന്നെ സേന ഇവിടെ പൂർത്തിയാക്കിയിരുന്നു. പക്ഷേ ജനറൽ മേജർ നമ്മളോട് സൂചിപ്പിച്ചത് ഈ ഒരു ദൗത്യത്തിൽ അവസാനിപ്പിക്കാനുള്ളതല്ല സേനയുടെ സേവനം എന്നുള്ളതാണ്. ഇനിയും ഒരുപാട് വെല്ലുവിളികൾ നിറഞ്ഞ സേവനങ്ങൾ ഇവിടെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട ആളുകളൊക്കെ തന്നെ നമ്മളോട് പറഞ്ഞതുപോലെ അവർ സൂചിപ്പിച്ചതുപോലെ നിരവധി ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്ന് അവർ പറഞ്ഞിരുന്നു. ആ ഒരു സമയത്ത് അവരെ ഒന്നും തന്നെ രക്ഷപ്പെടുത്താൻ കഴിയാത്ത സാഹചര്യമുണ്ടെന്ന് അവർ സൂചിപ്പിച്ചിരുന്നു. അത്തരം ആളുകളൊക്കെ തന്നെ രക്ഷപ്പെടുത്താൻ ഇനി ഇത്തരം സംവിധാനങ്ങളിലൂടെ സാധിക്കും. കൂടുതൽ വാഹനങ്ങൾ, കൂടുതൽ സംവിധാനങ്ങൾ ആ ഒരു മേഖലയിലേക്ക് എത്തിക്കാൻ ഇതിലൂടെ സാധിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഒരു സേവനത്തിൽ സേനയോടൊപ്പം ഇവിടെ ഉണ്ടായിരുന്ന രക്ഷാപ്രവർത്തകർ, സന്നദ്ധ പ്രവർത്തകരൊക്കെ തന്നെ അണിചേർന്നതോടെയാണ് ഇത് വളരെ വേഗത്തിൽ പൂർത്തിയാക്കാൻ സാധിച്ചത്. വളരെ നിഷ്കളങ്കരായ മനുഷ്യർ സ്മൃതി. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ദിവസക്കൂലിക്ക് പണിയെടുക്കുന്ന, ഒരു ദിവസം വീട്ടിൽ നിന്നും മാറി നിന്നാൽ അത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാകുന്ന മനുഷ്യർ, അവർക്കൊന്നും തന്നെ വീട്ടിലങ്ങനെ ഒതുങ്ങിക്കൂടാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. ഇവിടെയുള്ള സഹജീവികളുടെ ആ ഒരു വേദന തിരിച്ചറിഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ടി അവരുടെ ഒരു കൈകൊണ്ടുള്ള സഹായമെങ്കിലും വലിയ ഒരു സഹായകരമാകുമെങ്കിൽ അതിനുവേണ്ടി ഇറങ്ങി പുറപ്പെട്ട ആളുകൾ, അത്തരത്തിലുള്ള ഒരുപാട് മനുഷ്യരെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പ്രായമായ മനുഷ്യരൊക്കെ തന്നെ സന്നദ്ധ പ്രവർത്തകരുടെ വേഷമണിഞ്ഞുകൊണ്ട് ഇവിടെ വളരെ ഊർജ്ജസ്വലരായി വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു ഇവിടെ ഈ ഒരു മണിക്കൂറുകൾ നമ്മൾ കണ്ടത്. വരും സമയങ്ങളിലും അത്തരത്തിലുള്ള കാഴ്ചകൾ വലിയ പ്രതീക്ഷ നൽകുന്നത് തന്നെയാണ് സ്മൃതി. അത് പറയാതെ വയ്യ. കാരണം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഈ പാലത്തിൻ്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലേക്ക് അടുത്ത സമയത്ത് പ്രായമുള്ള 70ഓളം വയസ്സ് തോന്നിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ചുമലിൽ ഏറ്റിക്കൊണ്ടായിരുന്നു വലിയ ഭാരം വരുന്ന, തൂക്കം വരുന്ന ഒരു ഇരുമ്പ് ദണ്ട് കൊണ്ടുപോകുന്ന ഒരു കാഴ്ച കണ്ടത്. അത് നമ്മുടെ സേനാംഗങ്ങൾക്ക് കൈമാറുന്ന കാഴ്ച, എന്താ പറയുക, കയ്യും മെയ്യും മറന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനം, അത് വരും മണിക്കൂറുകളിലും വലിയ പ്രതീക്ഷ പകരുന്നതാണ്. വലിയ ആ രീതിയിലുള്ള
പ്രതീക്ഷകൾ പകരുന്ന ഒരു കാഴ്ച ഇടപെടലുകളൊക്കെ തന്നെയാണ് ഈ ഒരു മേഖലയിലുള്ള മനുഷ്യരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സേനയുൾപ്പെടെയുള്ള ഔദ്യോഗിക സംവിധാനങ്ങൾക്കും സഹായകരമാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളിലൂടെ തന്നെ ഇവർ കടന്നു പോകുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല സ്മൃതി. ഇനി ഔദ്യോഗികമായി ഇന്നത്തെ രക്ഷാപ്രവർത്തനം ഈ ഒരു മേഖലയിൽ അവസാനിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ നാളെ രാവിലെ തന്നെ ആരംഭിക്കാൻ പോകുന്ന രക്ഷാപ്രവർത്തനം, അതുമായി ബന്ധപ്പെട്ട കൂടുതൽ സാധന സാമഗ്രികൾ ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നതിൽ ഈ ഒരു പാലം നിർണായക പങ്കുവഹിക്കും. അതൊക്കെ തന്നെ നിലവിലെ ഘട്ടത്തിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ആർമി അസിസ്റ്റ് ചെയ്തിരുന്ന TDRFിൻ്റെ ഒരു പ്രവർത്തകൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ആർമിയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ അവരുടെ സമയമൊക്കെ തന്നെ, അല്ലെങ്കിൽ ഊണുമുറക്കവും ഇല്ലാതെ അതൊക്കെ തന്നെ മറന്നുകൊണ്ടുള്ളൊരു പ്രവർത്തനം കാഴ്ചവെച്ച ആളുകൾ തന്നെയായിരുന്നു TDRF പോലെയുള്ള സന്നദ്ധ സംഘടനകൾ. എത്ര ദിവസമായിട്ട് ഇവിടെ ഉണ്ട്? ഞങ്ങളിത് ദുരന്തം അറിഞ്ഞ ആ സമയം മുതൽക്ക് നമ്മുടെ വോളണ്ടിയേഴ്സ് ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് ഇതിൽ ഒരു വലിയ ഭാഗ്യമുണ്ടായത് ആർമി ഈ ഒരു പാലം നിർമ്മിക്കുന്ന സമയത്ത് അവർക്ക് സഹായവുമായി TDRFിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. എത്ര പ്രവർത്തകരുണ്ട്? ഞങ്ങൾ 60ഓളം വോളണ്ടിയർമാരാണ് ഇവിടേക്ക് ഡ്യൂട്ടിക്ക് വേണ്ടി വന്നിട്ടുള്ളത്. ഇന്നലെ രാത്രി 2:30 മണിക്കും 3 മണിക്കുമൊക്കെ നമ്മൾ ഇവരുമായി സഹകരിച്ചുകൊണ്ട് ഇവരുടെ കൂടെ അവർക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തുകൊണ്ട് നമ്മൾ അവരുടെ കൂടെയുണ്ട്. അതിനവർ ഞങ്ങളെ പ്രത്യേകം അഭിനന്ദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ എല്ലാവിധ ഉപകരണങ്ങളുമായിട്ടാണ് ഇവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. മേഖലയിൽ നിങ്ങളെപ്പോലെയുള്ള സന്നദ്ധ പ്രവർത്തകർ ഉൾപ്പെടെ അവിടെ പ്രവർത്തനം നടത്തുന്നത്. അവർ സൂചിപ്പിച്ചിരുന്നത് ഉപകരണങ്ങൾ എത്താത്തത്, വാഹനങ്ങൾ എത്താത്തതൊക്കെ വലിയ പ്രയാസമാണെന്ന് പറഞ്ഞിരുന്നത്. ഈ പാലം എത്തുന്നതോടെ നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ഉൾപ്പെടെ അത് വളരെ മുതൽക്കൂട്ടാകുമല്ലേ? തീർച്ചയായിട്ടും. നമ്മുടെ വോളണ്ടിയേഴ്സിന് ഞങ്ങൾ കൊടുത്തൊരു നിർദ്ദേശം പാലം നിർമ്മാണത്തിലേക്ക് ഏറ്റവും കൂടുതൽ സഹായിക്കണം എന്നുള്ളതാണ്. അതിൻ്റെ കാരണം ആ നിർമ്മാണം പൂർത്തിയാകുന്നതോടുകൂടി ഒരുപാട് ഉപകരണങ്ങളും വാഹനങ്ങളും അവിടേക്ക് എത്തിക്കാൻ വേണ്ടി കഴിയും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഫസ്റ്റ് അവരെ സഹായിക്കുന്നതിലേക്കാണ് ഞങ്ങൾ തിരിഞ്ഞിട്ടുള്ളത്. ഞങ്ങളിവിടെ എത്തിയ സമയം മുതൽക്ക് ഇവിടെയുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മളെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഡെപ്യൂട്ടി കളക്ടർ ദേവകി മാഡം അടക്കം നമ്മുടെ വോളണ്ടിയർമാരെ ഈ ഒരു രംഗത്തേക്ക് എത്തിക്കുന്നതിനൊക്കെ ഒരുപാട് ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും ഞങ്ങൾ 60ഓളം വോളണ്ടിയർമാർ ഇന്നലെ രാവിലെ മുതൽ രാത്രി 24 മണിക്കൂർ ഇവരോടൊപ്പം നിന്നുകൊണ്ട് തന്നെ സഹായം ചെയ്തു. സന്നദ്ധ കൂട്ടായ്മകൾ ഉണ്ടല്ലേ പല മേഖലകളായിട്ട്? അവിടെയൊക്കെ പോയ സമയത്ത് മറ്റു ചില സന്നദ്ധ കൂട്ടായ്മകളൊക്കെ കണ്ടിരുന്നു. പല മേഖലകളിൽ നിന്നായിട്ടാണ് ആളുകൾ ഇങ്ങോട്ടേക്ക് വരുന്നത് തോന്നുന്നത്. അത് തീർച്ചയായിട്ടും സന്നദ്ധ വോളണ്ടിയർമാരുടെ ഒരു സഹായം എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെൻറ്റിനടക്കം ഇവിടുത്തെ നാട്ടുകാർക്കടക്കം വലിയ ഗുണകരമായിട്ടുള്ള ഒരു കാര്യമാണ്. എല്ലാം ഉപേക്ഷിച്ച് അവരുടെ ജോലിയും മറ്റ് സമ്പാദ്യ കാര്യങ്ങളും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ടാണ് ഞങ്ങൾ വന്നത്. ഇന്ന് തന്നെ ഞങ്ങൾ ഇവിടേക്ക് കൊണ്ടുവന്ന പല സാധനങ്ങളും ഞങ്ങൾക്ക് കേടുവന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ സഹിക്കുന്നത് ഇത്തരം പ്രയാസങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ജനങ്ങളെ സഹായിക്കുക എന്നുള്ള നിലയിൽ തന്നെയാണ്. മറ്റൊരു സന്നദ്ധ പ്രവർത്തകൻ എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ അഞ്ചൂന്നുകാരനാണ്, മാനന്തവാടി അഞ്ചൂന്നാണ്. ഈ ദുരന്തം ഉണ്ടായ ഉടനെ തന്നെ ഇങ്ങോട്ട് കൂടി എത്തുകയും എൻ്റെ കൈകൊണ്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ആയുധം ഒരു തൂമ്പയും അതുപോലെ തന്നെ ഉള്ള ചെറിയ ചെറിയ ആയുധങ്ങളായിരുന്നു. അതുകൊണ്ട് JCB കൊണ്ടൊക്കെ നീക്കിയ ഓരോ ബോഡികൾ നീക്കുന്നതിൽ എൻ്റെ കൈകൊണ്ടും ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് വലിയ സന്തോഷമുണ്ട്. പക്ഷേ വലിയൊരു ദുഃഖം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദുരന്തം ഉണ്ടായ ഉടനെ നമ്മൾ പ്രതീക്ഷിച്ച അവസ്ഥയല്ല. മുകളിലേക്ക് കയറുന്നതിനനുസരിച്ചിട്ട് ഇതിൻ്റെ വ്യാപ്തി വളരെ കൂടുതലാണെന്ന് ബോധ്യപ്പെട്ട ഒരു അവസ്ഥയിലാണ് ഇന്ന്. ശരി മുബഷീർ, ഇങ്ങനെ പ്രതികരണങ്ങൾ എടുത്തുകൊള്ളുക. ഈ തരത്തിൽ ഒരുപാട് സന്നദ്ധ പ്രവർത്തകർ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തി സൈന്യത്തിനൊപ്പം ചേരുന്നുണ്ട്, സൈന്യത്തിനൊപ്പം കൈകോർത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെയുള്ള അവരുടെ പ്രതികരണങ്ങളാണ് ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത്.